ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് കട്ടിളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി മാസം 19 മാറ്റിയിരിക്കുന്നു. ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി പ്രതിയാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകിയിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഏതായാലും എന്താണ് ഇത് സംബന്ധിച്ച് ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി പ്രതിയാകുമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. എന്താണ് കോടതിയിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി 19 മാറ്റിയിട്ടുണ്ട്. ദ്വാരപാലക കേസിലും തന്ത്രി രാഷ്ട്രീയ കണ്ഠന് പ്രതിയാകും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണ കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകി. 19 റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ നീട്ടിയിട്ടുമുണ്ട്. ഇന്ന് തന്ത്രിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അതേസമയം 19 കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇനി 20 വരെ ആ റിമാൻഡ് കാലാവധിയുണ്ട്. ഇതിനിടയിൽ 19 ജാമ്യാപേക്ഷ അതായത് രാജ്കുമാർ, ഇത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, രണ്ടാമത്തെ കേസിൽ അതായത് ശബരിമല സ്വർണ്ണമോഷണ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകി. അതായത് രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലയോ? അതെ, തീർച്ചയായിട്ടും. നേരത്തെ ദ്വാരപാലക ശില്പ കേസിന് തന്ത്രി ആദ്യം പ്രതിയല്ലായിരുന്നു. ഇപ്പോൾ അതിൽ പ്രതി ചേർത്തുകൊണ്ട് കോടതിയിൽ അന്വേഷണ സംഘം SIT സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതും ഇനി അതിൽ അറസ്റ്റ് രേഖപ്പെടുത്താനും ഇപ്പോൾ കോടതി അനുമതി നൽകിയത്. അതായത് നിലവിൽ നമുക്ക് നേരത്തെ ആദ്യം അറസ്റ്റിലായത് കട്ടിളപ്പാളി കേസിലായിരുന്നു, ശബരിമലയിലെ കട്ടിളപ്പാളി കേസിൽ. രണ്ടാമത് ഇപ്പോൾ ദ്വാരപാലക ശില്പക്കേസിൽ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണ കേസിലാണ്. ഇതല്ലാതെ ഇനിയും മറ്റേതെങ്കിലും കേസ് വരാനുണ്ടോ? ഇപ്പൊ നിലവിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നു, അടുത്ത അറസ്റ്റ്. അതെ, തീർച്ചയായിട്ടും. അത് അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോർമാലിറ്റി ചടങ്ങുകൾ മാത്രമായിരിക്കും. നിലവിൽ കോടതിയിൽ ജയിലിലെത്തി അവർ ആ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന സ്വാഭാവിക നടപടികൾ മാത്രമായി അത് അവശേഷിക്കുകയും ചെയ്യും. എന്തായാലും ഇതിൽ ഇനി ജാമ്യാപേക്ഷ, 2 ജാമ്യാപേക്ഷകൾ നൽകേണ്ടി വരും. നിലവിൽ അദ്ദേഹത്തിന് ആരോഗ്യനില തൃപ്തികരമല്ലെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ഈ തന്ത്രിയുടെ ആവശ്യപ്രകാരം പരിശോധിച്ചിരുന്നു. പിന്നീട് അത് ആരോഗ്യനില തൃപ്തികരമാണ് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞാണ് ഇന്ന് കോടതിയിലെ കേസ് പരിഗണിക്കുന്നത്. ആദ്യമായിട്ടാണ് തന്ത്രിയുടെ കേസ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പരിഗണിക്കുന്നത്. ഈ സമയത്താണ് SITയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ കട്ടളപ്പാളിക്ക് പുറമെ ദ്വാരപാലക ശില്പ കേസിൽ കൂടി ഇതിൽ പ്രതിയാക്കപ്പെടുകയും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അനുമതി നിലവിലെ കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ SIT സംഘത്തിന് നൽകിയിരിക്കുന്നത്. ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി അറസ്റ്റ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതിയുടെ അനുമതി. കട്ടിളപ്പാളി കേസിന് പുറമെ ദ്വാരപാലക ശില്പ കേസിലും ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 19 മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിക്കൊണ്ട്